നാട്ടിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഇവർക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കനക പറയുകയാണ്, ഞാൻ സച്ചിയെ മോനെ വിളിച്ചായിരുന്നു. മോൻ പറഞ്ഞായിരുന്നു ഇത് വലിയ കുഴപ്പമുള്ള കേസാണ്, അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് പുറത്ത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറയണം. അപ്പോൾ ഗോവിന്ദൻ പറയണം, ഞാനും മുത്തശ്ശനെ വിളിച്ചായിരുന്നു, അനന്തപുരം ജില്ല മുത്തശ്ശനെ വിളിച്ചായിരുന്നു. മുത്തശ്ശനും പറഞ്ഞു ഇത് ഇച്ചിരി കോംപ്ലിക്കേഷനുള്ള കേസാണെന്നും അവിടുത്തെ മുത്തശ്ശിക്കെതിരെ വരെ കേസ് കൊടുത്തിട്ടെന്നും മുത്തശ്ശൻ പറഞ്ഞ കാര്യം ഗോവിന്ദനും പറയുകയാണ്. അപ്പം കനക പറയാണ്, അനാമികയുടെയും വേണുവിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ആവുമല്ലോ. അപ്പോൾ നന്ദു പറയാണ്, ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ സച്ചിയാണെന്ന് തോന്നുന്നു, ഈ കഥ മൊത്തവും ഫ്രെയിം ചെയ്യുന്നത് സച്ചിയാണെന്ന് തോന്നുന്നു. അയാളും ആ വേണുവും തമ്മിൽ പുറത്ത് വെച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അയാളുടെ ഒരു അമ്മാവനാണ് വേണുവിന് പൈസയൊക്കെ കൊടുക്കുന്നതെന്ന് ആണ് അറിയാൻ കഴിഞ്ഞത്. അവർ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതങ്ങോട്ട് നമ്മുടെ കനകയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കനക പറയുകയാണ്, നീ ആരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ, പക്ഷേ സച്ചിമോനെക്കുറിച്ച് അങ്ങനെ പറയല്ല. നാളെ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, അയാളെക്കുറിച്ച് ഇങ്ങനെ കുറ്റമൊന്നും പറയല്ലേ, അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലെന്ന് കനക പറയുകയാണ്. അപ്പം നന്ദു പറയാണ്, നിങ്ങൾക്കിതൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഗോവിന്ദൻ പറയാണ്, നമ്മളാണെങ്കിൽ കല്യാണ നിശ്ചയം മാറ്റി വെച്ചത് നമുക്ക് കല്യാണത്തിനൊക്കെ പ്രധാനം ആ കേസായതുകൊണ്ടാണ്. കേസ് കഴിയുമ്പോൾ ഉടനെ കല്യാണ നിശ്ചയം നടത്താം, അതുവരെ ഉള്ളൂ മാറ്റി വെച്ചേക്കുന്നതെന്ന് പറയും. അപ്പോൾ നന്ദു പറയും, നിങ്ങൾക്ക് വന്നൊരു ഗോൾഡൻ ചാൻസ് ആണ്. പക്ഷേ എന്തോ നമ്മുടെ കനകയ്ക്ക് ഗോവിന്ദൻ്റെ മനസ്സിലല്ല. നന്ദു അത്രയും പറഞ്ഞ് അങ്ങ് എണീച്ച് പോകുന്നുണ്ട്. അപ്പോൾ പോയി കഴിയുമ്പോഴാണ് കനക പറയുന്നത്, അവൾ അനിയുടെ വന്ന വിവാഹാലോചനയെക്കുറിച്ച് പറഞ്ഞതെന്ന് തോന്നുന്നു എന്ന് കനക പറയാണ്. അപ്പം ഗോവിന്ദൻ പറയുകയാണ്, അവൾ പറഞ്ഞത് ശരിയല്ലേ, അത് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു, നമ്മളല്ലേ വേണ്ടാന്ന് വെച്ചതെന്ന് ഗോവിന്ദൻ പറയുകയാണ്. ഇത് കഴിയുമ്പോൾ ഉടനെ, ഈ കേസ് കഴിയുമ്പോൾ ഉടനെ അവരെ കല്യാണം നടത്തണം എന്ന് ഗോവിന്ദൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുറിയിൽ വന്ന് നന്ദുവിനെ നമ്മുടെ അനി വിളിക്കുകയാണ്. അനി വിളിച്ച് പറയാണ്, നീ ഇന്ന് രാത്രി ഒന്ന് പുറത്തേക്ക് വരുമോ, ഞാൻ രാജേഷിനെയോ വിഘ്നേഷിനെയോ അങ്ങോട്ട് പറഞ്ഞിടാം, അവരെ കൂടെ നീ ഒന്ന് പുറത്ത് വരുമോ. അപ്പം നന്ദു വയ്ക്കുന്ന എന്താ കാര്യം, വീട്ടിലാകപ്പാടെ ടെൻഷനും കാര്യങ്ങളുമാണ്. ആ കേസിൻ്റെ കാര്യം പറഞ്ഞ് മുത്തശ്ശിക്ക് എതിരെ അവൾ കേസ് കൊടുത്തിരിക്കുകയാണ്. ആകപ്പാടെ എന്തു ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, നിന്നെ കാണുമ്പോൾ എനിക്കൊരു ആശ്വാസമാവും, നീ വരുമോ എന്ന് ചോദിക്കുകയാണ്. നന്ദു പറയാണ്, നോക്കട്ടെ, ഇവിടെ എല്ലാവർക്കും സംശയമാണ്, അതുകൊണ്ട് വരുന്ന കാര്യം വളരെ പാടായിരിക്കുമെന്ന് നന്ദു പറയുകയാണ്. അപ്പം പറയാണ്, ഈ ഒരു വാശിക്ക് നിന്നെയും കല്യാണം കഴിച്ച് അവളുടെ മുന്നിൽ കൂടെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നന്ദു പറയാണ്, അത് തന്നെ, ആ വിവാഹം നടക്കുമോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയത്തില്ല എന്ന് പറയാണ്. നീ വരുവാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണേ എന്ന് നമ്മുടെ അനിയാണെങ്കിൽ നന്ദുവിനോട് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ കനക പുറത്ത് നിൽപ്പുണ്ട്. കനക ഇങ്ങോട്ട് വന്നിട്ട്, നീ ഉടനെ ഇപ്പം വിളിച്ചത് രാജേഷാണെന്ന് വിഘ്നേഷാണോ എന്നൊക്കെ പറഞ്ഞ് കള്ളം പറയണം. അവൻ വിളിക്കുന്നത് നമുക്ക് സമ്മതിക്കാം, അവൻ്റെ വിളി നമുക്ക് തടയാൻ പറ്റില്ല. നിനക്കെങ്കിലും വിളിക്കാതിരുന്നില്ലേ, നീ എന്തിനാ എപ്പോഴും അവനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ നമ്മൾ നന്ദു പറയും, അവനിപ്പം മറ്റുള്ള കാര്യങ്ങളെല്ലാം വിട്ട് ബിസിനസ്സിൽ ശ്രമിക്കുന്നുണ്ട്, ബിസിനസ് കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ കനക പറയും, അവൻ എന്തിൻ്റെ കാര്യം വേണമെങ്കിലും ശ്രദ്ധിച്ചോട്ടെ, നിന്നെ മാത്രം ശ്രദ്ധിക്കാതിരുന്നാൽ മതി. അനിയെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം അനിയെ അനുകൂലിക്കാൻ പറ്റത്തില്ല. അപ്പം നന്ദു പറയാണ്, ഞാൻ അനിയെ കാണുന്നതുമില്ല, സംസാരിക്കുന്നതുമില്ല, പക്ഷെ ഒരു കാര്യം, ആരും ആ CA കല്യാണ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. അപ്പം കനക പറയാം, അത് നടക്കുന്ന കാര്യമല്ല, ഈ എൻ്റെ കേസിൻ്റെ കാര്യം കൊണ്ട് മാത്രമാണ് നീട്ടി വെച്ചിരിക്കുന്നത്. കേസ് കഴിയുമ്പോൾ ഉടനെ വിവാഹ നിശ്ചയം നടക്കും, അത് നടക്കുക തന്നെ ചെയ്യും. അന്നേരം നിനക്ക് അത് നടക്കാതിരുന്നു കഴിഞ്ഞാൽ നീ എന്നെയും ഗോവിന്ദേട്ടനെയും കാണത്തില്ല, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞ് കനക ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. മുത്തശ്ശിക്കെതിരെ കേസ് കൊടുത്തല്ലോ, അതിൻ്റെ ഒരു വിഷമത്തിൽ മുത്തശ്ശി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ വരികയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നത്, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അപ്പം പറഞ്ഞല്ല, എനിക്കെതിരെ വരെ അവൾ കേസ് കൊടുത്ത് ഞാൻ വരെ ഇനി കോടതി കയറണമെന്ന് മുത്തശ്ശി പറയണം. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, താൻ പറ, കോംപ്രമൈസിന് പോകണമെങ്കിൽ ഞാൻ കോംപ്രമൈസിന് തന്നെ പോവാം, ഒരു കുഴപ്പമില്ല, എത്ര കോടികൾ കൊടുക്കണമെങ്കിലും കൊടുക്കാം, താൻ എന്താ പറയുന്നത് പറഞ്ഞ് അവളമാർക്കെതിരെ ഒരു കോംപ്രമൈസിനും പോകുന്നത് ശരിയാവത്തില്ല, ഇത്ര വരെ കേസ് എത്തിച്ച് അവരെ മുന്നിൽ താഴാൻ പറ്റില്ല മുത്തശ്ശി പറയണം. അപ്പോൾ മുത്തശ്ശി പറയാം, രണ്ട് കാര്യം കൂടെ പറഞ്ഞാൽ നടക്കത്തില്ല, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ച് നിൽക്കുക. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഞാൻ കോടതി കയറാനും പോലീസ് സ്റ്റേഷനിൽ കയറാനും തയ്യാറാണ്, എന്തായാലും അവരെ മുന്നിൽ തോക്കാൻ പറ്റില്ല, അതെൻ്റെ ഒരു വാശിയാണ്, അവരെ മുന്നിൽ നമ്മൾ എങ്ങനെ ആയാലും ജയിക്കണമെന്ന് മുത്തശ്ശി പറയുകയാണ്. അപ്പം മുത്തശ്ശൻ പറയാണ്, അത് തന്നെ, എങ്ങനെ ആയാലും അവരുടെ മുന്നിൽ ജയിക്കണം എന്നുള്ളൊരു വാശി മുത്തശ്ശന് വരികയാണ്. അതുപോലെ തന്നെ നല്ലൊരു വക്കീലായിരിക്കണം, നമുക്ക് അനുകൂലമായ തെളിവുകൾ ഉണ്ടാക്കണം, ഈ കേസ് ജയിക്കാൻ ഏതറ്റം വരെ നമ്മൾ പോകണം. മുത്തശ്ശി പറയുന്നത്, അത് തന്നെ, എങ്ങനെ ആയാലും ജയിക്കണമെന്നുള്ള ഒരു വാശി മുത്തശ്ശനും ഉണ്ടാവുന്നു. പിന്നെ നമ്മുടെ
ഫ്രണ്ടിലിരുന്ന് എല്ലാവരും താഴെ ഇരുന്ന് എല്ലാവരും കൂടെ ചർച്ച നടത്തുകയാണ്. ഈ കേസിനെ കുറിച്ചാണ് ഈ ചർച്ച നടത്തുന്നത്. അനി പറയുകയാണ് എന്നെ ജാമ്യത്തിലിറക്കിയ വക്കീൽ തന്നെ പോരെന്ന്. അപ്പോൾ ആദർശ് പറയുന്ന അതൊന്നും പോരാ, 10 പേരുണ്ടായാലും ഈ കേസ് മുന്നോട്ട് പോകാൻ പാടാണ് എന്ന് പറയാണ്. അപ്പം നമ്മുടെ ജയൻ പറയുകയാണ് അല്ലെങ്കിൽ അതിനെല്ലാം കൂടി ഒരാൾ, നല്ല ബുദ്ധിയുള്ള ഒരാൾ വേണമെന്ന് പറയും. അപ്പം നമ്മുടെ മുത്തശ്ശൻ പറയും അങ്ങനെ ഒരാളുണ്ട് എന്ന് പറയും. അപ്പം ആരാ എന്ന് ചോദിക്കുമ്പോൾ പറയും നരസിംഹം. ആദർശ് പറയാണ് അങ്കിളിപ്പം കേസൊന്നും ഏറ്റെടുക്കുന്നില്ലല്ലോ മുത്തശ്ശ്. അപ്പം മുത്തശ്ശൻ പറയാണ് എൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൈയൊഴിയില്ല, കേസ് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. നീയും കൂടെ വരണം, അപ്പോൾ നിനക്ക് നിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയാലോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ആദർശ് അനിയോട് പറയണം നീയും കൂടെ ചെല്ല്, എല്ലാ കാര്യവും പറയണം എന്ന് പറയാണ്. അപ്പം ജയൻ പറയാണ് അമ്മയുടെ പേരും കൂടെ കൂട്ടിച്ചേർത്തത് കൊണ്ട് എനിക്ക് എല്ലാത്തിനെയും തൂക്കിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അപ്പം ആദർശ് പറയാണ് ഈ കേസൊന്ന് കഴിയട്ടെ, ഈ കേസ് നമുക്ക് പ്രതികൂലമായി വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും അനിയും കൂടിയാണെങ്കിൽ നരസിംഹൻ്റെ വീട്ടിലെത്തുകയാണ്. അവിടെ ചെല്ലുമ്പം ഒരാൾ വന്ന് കഥ തുറക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നല്ലോണം പരിചയമുള്ളതുപോലെ ഇതാരാ അനിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ വിളിച്ച് കയറ്റിയിരുത്തിയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുകയാണ് നരസിംഹം ഇല്ലേ? അപ്പം അകത്തുനിന്നൊരു സൗണ്ട് ഉണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയും. അപ്പം പറയുന്നത് ഞങ്ങൾ വന്ന കാര്യം നിനക്ക് മനസ്സിലായില്ലേ, അനിയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് പറയും. അപ്പോൾ നരസിംഹം പറയും ഞാനിപ്പം പഴയ പോലെ കോടതിയിലൊന്നും പോകുന്നില്ല, എൻ്റെ തല പണ്ടത്തെ പോലെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഞാനല്ല ഇപ്പം കോടതിയിൽ പോകുന്നത്, എനിക്ക് പകരം എൻ്റെ കൊച്ചുമോനാണ് ഇപ്പം കോടതിയിൽ പോകുന്നത് നവീൻ, അവൻ പുഷ്പം പോലെ ഈ കേസ് ഏറ്റെടുത്ത് ജയിപ്പിക്കും എന്ന് പറയുകയാണ്. അപ്പം അത് അവിടെ നിൽക്കുന്നത് ഡോറ് വന്ന മോളാണെന്ന് തോന്നുന്നു ചോദിക്കുന്നത് അനി നീ എങ്ങനെ ഈ ബന്ധത്തിൽ ചെന്ന് പെട്ട്, അവരുടെ ഇൻ്റർവ്യൂ ഞാനും അച്ഛനും കൂടെ ഒരുമിച്ചിരുന്നാണ് ഞാൻ കേട്ടത്. അപ്പം മുത്തശ്ശനെ അറിയാവുന്നവരാണെങ്കിൽ മനസ്സിലാവും അതൊക്കെ കള്ളത്തരമാണെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് ആകെപ്പാടെ വിഷമം തോന്നുന്ന കമൻസുകളൊക്കെയാണ് അതിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോഴാണ് അവിടത്തേക്ക് ഒരു കാറിൽ നവീൻ വന്നിറങ്ങുന്നത്. അപ്പം അകത്തേക്ക് കയറി വരുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞ് നമ്മുടെ മൂത്ത മുത്തശ്ശൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്ന അനിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നരസിംഹം പറയുന്നത് ഞാൻ ഈ പറഞ്ഞ അനിയുടെ കേസാണ് നിന്നോട് പറഞ്ഞിട്ടില്ലേ, ആ കേസിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. അപ്പം നമ്മുടെ നവീൻ പറയാണ് ആ കേസ് ഞാൻ ഏറ്റെടുത്തോളാം, ഒന്നും കൊണ്ടും പേടിക്കണ്ട, ആ കേസ് ഞാൻ ഏറ്റെടുത്ത് തന്നെ വിചാരിച്ചോളൂ, ആ കേസ് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പം നരസിംഹം പറയും ആ കേസ് നീ എങ്ങനെയായാലും ജയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നീ ആ കേസിൽ തോറ്റു കഴിഞ്ഞാൽ നിൻ്റെ കോട്ട് ഞാൻ അന്നത്തോടെ ഊരി വെപ്പിക്കും എന്ന് പറയണം. അപ്പം നവീൻ പറയാണ് ഇല്ല, എങ്ങനെയായാലും നമ്മൾ ആ കേസ് ജയിക്കും, ഇല്ലെങ്കിൽ ഞാൻ അന്നത്തോടെ എൻ്റെ ഈ ജോലി ഉപേക്ഷിക്കുമെന്ന് പറയുകയാണ്. നിങ്ങളാരും പേടിക്കേണ്ട, ഈ കേസിൽ നമ്മൾ തന്നെ വിജയിക്കുമെന്ന് പറയും. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി കേസും കോടതിയായിട്ട് കുറേ എപ്പിസോഡുകളുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.